ശബരിമല കൊള്ള എന്ന് പറയപ്പെടുന്നത് വലിയ ഗൂഢാലോചനയാണെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ രാജ്യാന്തര സ്റ്റൈലിലുള്ള ഒരു സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള, കുപ്രസിദ്ധ മോഷ്ടാവായിട്ടുള്ള സുഭാഷ് കപൂറിൻ്റെ ഓപ്പറേഷന് സമാനമായിട്ടുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി തന്നെ ഓർമ്മിപ്പിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പലതരത്തിലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അകത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി, മുരാരി ബാബുവിനെ അകത്താക്കി, ഡി സുധീഷ് കുമാർ, വാസു, ഇനിതാ അടുത്ത നേതാക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പ്രശാന്തിൻ്റെ ചീട്ടും താമസിയാതെ കയറും. അപ്പോൾ ഇനിയും PS പ്രശാന്തിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഈ പ്രസിഡന്റായിട്ട് തുടരാൻ അനുവദിക്കണമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ കാലാവധി നീട്ടിക്കൊടുക്കുവാനുള്ള തരത്തിലുള്ള ഒരു പുതിയ രീതി, ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കാൻ ഗവൺമെൻറ് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാലാവധി 3 വർഷത്തേക്ക് ആക്കി കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ വീണ്ടും 1 വർഷം കൂടി PS പ്രശാന്തിന് ആ സ്ഥാനത്ത് തുടരാൻ കഴിയും. അപ്പോൾ ഇനിയും പക്ഷേ PS പ്രശാന്തിനെ പ്രസിഡന്റായിട്ട് തുടരാൻ അനുവദിക്കുകയാണ് എങ്കിൽ സർക്കാർ ഭാവിയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ശബരിമല സ്വർണ്ണക്കേസിൽ സംശയ നിഴലിൽ തന്നെയാണ് ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. 2025 2024 ദ്വാരപാലക ശില്പങ്ങളിൽ വീണ്ടും സ്വർണം പൊതിയാൻ നീക്കം നടന്നത് എന്നും അതിന് തിടുക്കം കൂട്ടിയത് എന്നും കണ്ടെത്തലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കുവാനുള്ള നാടകമാണ് നടന്നത് എന്ന് ഹൈക്കോടതി വളരെ കൃത്യമായി കണ്ടെത്തി അതിൽ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. പാളികൾ കൊണ്ടുപോയത് മിനിറ്റ്സിലില്ല എന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. PS പ്രശാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബോർഡിന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചതായിട്ടുള്ള കുറ്റപ്പെടുത്തലടക്കം കോടതി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതോടെ പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കുവാനുള്ള സർക്കാരിൻ്റെ നീക്കം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ പ്രശാന്ത് രാജിവെക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഒന്നുകിൽ പ്രശാന്ത് രാജിവെക്കുക, ഇല്ലെങ്കിൽ പ്രശാന്തിനെ പുറത്താക്കുക. ഇത് രണ്ടുമാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ള വഴി എന്ന് പറയപ്പെടുന്നത്. മുൻ പ്രസിഡന്റായിട്ടുള്ള N വാസു പ്രതിയായി കഴിഞ്ഞു. വാസുവിനെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനിടെയാണ് പ്രശാന്തിനെതിരായിട്ടുള്ള പരാമർശം, പ്രശാന്തിലേക്കുള്ള അന്വേഷണം നീണ്ടേ മതിയാകൂ എന്നുള്ള നിഗമനത്തിലൊക്കെ ഹൈക്കോടതി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിനുള്ള തെളിവുകൾ എന്ന് പറയപ്പെടുന്ന ഹൈക്കോടതിയുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് PS പ്രശാന്തിലേക്ക് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം എത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്യുക, അതിനുശേഷം PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുക അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ പ്രശാന്തിന് ചെയ്യാൻ കഴിയുന്നത് ഒന്നുകിൽ രാജിവെച്ചൊഴിയുക, അല്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് പ്രശാന്തിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുക. ഒന്നുകിൽ വെച്ചൊഴിയാൻ PS പ്രശാന്ത് തയ്യാറാവണം, അല്ലെങ്കിൽ സർക്കാർ രാജിവെപ്പിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിനിടയിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഒരു ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയൊക്കെ ഇട്ടിരുന്നു. കാരണം പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കുവാനുള്ള ഓർഡിനൻസ് പിണറായി സർക്കാർ ഒന്ന് ഒരുക്കിയെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരെണ്ണം കൂടെ ചെയ്തിട്ട് ഒരു വർഷത്തെ കാലാവധി കൂടെ നീട്ടിക്കൊടുത്ത് 3 വർഷത്തെ കാലാവധിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രത്യേക ഓർഡിനൻസ് കൂടി കൊണ്ടുവരാനിരിക്കുകയായിരുന്നു. പക്ഷേ അത് കൊണ്ടുവന്നാൽ പോലും പ്രശാന്തിന് സമയകാലം നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് സർക്കാരിന് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കുന്ന ഒരു തരത്തിലേക്ക് ഇതെത്തിയാൽ ഇത് രാഷ്ട്രീയപരമായിട്ട് വല്ലാതെ CPM-നെ ബാധിക്കും. അത് രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി പ്രതിപക്ഷം മാറ്റുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം സർക്കാരിനെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് നിർണായകമാകുന്നത്. അതായത് പ്രശാന്തിനെ തുടരാൻ അനുവദിക്കാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തിരുത്തൽ വരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം മുഖ്യമന്ത്രി എല്ലാ അർത്ഥത്തിലും പെട്ടിരിക്കുകയാണ്. PMC വിവാദമടക്കമുള്ളവയിൽ സ്വന്തം തീരുമാനമെടുത്ത് പണി കിട്ടി ഒന്നും മിണ്ടാൻ കഴിയാതിരിക്കുന്ന പിണറായി ഇനി ഇത്തരത്തിലൊരു പണി കൂടി ഏറ്റുവാങ്ങുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ എന്തായാലും പിണറായി പറയുന്ന തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പാർട്ടി. പ്രശാന്തിനെ വീണ്ടും പ്രസിഡന്റായി തുടരാൻ അനുവദിക്കണം എന്നത് പിണറായിയുടെ മോഹമാണ്. പക്ഷെ അത് നടക്കുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്.
SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എന്ന് പറയപ്പെടുന്ന പരിഗണിച്ച ശേഷം ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ PS പ്രശാന്ത് ഒന്നുകിൽ മാറി നിൽക്കുക അല്ലെങ്കിൽ രാജിവെക്കുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ എന്തുകൊണ്ടത് സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. നേരത്തെയും ചില നിരീക്ഷണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇത് മാറ്റിയെടുക്കുവാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രശാന്ത് അന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇതിനിടയിലാണ് ഈ വ്യക്തതയുള്ള നിരീക്ഷണം വരുന്നത്. 2024 സെപ്റ്റംബർ മാസം 3 തിരുവാഭരണം കമ്മീഷണർ സെക്രട്ടറി ദേവസ്വം സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പാളികൾ വലിയ കേടുപാടുകൾ സംഭവിച്ചതായും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് എന്ന് നിറം മങ്ങിയിട്ടുണ്ടെന്നും പ്ലേറ്റിംഗ് ഇളകിയതായിട്ടും ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ ഈ കത്ത് ലഭിച്ച ഉടൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് 2024 മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ്, അതായത് നവംബറിൽ, നമുക്കറിയാം നവംബർ 15 കഴിയുമ്പോൾ മണ്ഡലകാലം തുടങ്ങും. അപ്പോൾ അതിന് മുൻപ് തന്നെ എത്രയും പെട്ടെന്ന് പാളികൾ നന്നാക്കി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശം നൽകി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ സ്പോൺസർ. 2024 മണ്ഡല പൂജയ്ക്ക് നട തുറക്കുന്നതിന് മുൻപേ തന്നെ ദ്വാരപാലക പാളികൾ അത് പണികൾക്കായിട്ട് കൊടുത്തുവിടാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉത്തരവുകളും പൂർത്തിയാക്കിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്നാൽ ഇത്രയധികം ധൃതി കാണിച്ചിട്ടും 2024 പാളികൾ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തിയില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് ചെയ്തില്ല? അപ്പോൾ ഈ ധൃതി കെട്ടിച്ചമച്ച ഒന്നായിരുന്നു എന്നുള്ളതാണ്. ഇത് കെട്ടിച്ചമച്ച ഒരു ധൃതിയായിരുന്നു എന്നും മാത്രമല്ല വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നുമാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ അത്രയും പെട്ടെന്ന് കൊണ്ടുപോകേണ്ടതാണെങ്കിൽ 2024 എന്തുകൊണ്ട് നടന്നില്ല? പിന്നെ അത് 2025 ആക്കിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ജുഡീഷ്യൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ണുകെട്ടാൻ വേണ്ടിയിട്ടാണ് 2024 അത്തരമൊരു തിടുക്കം ഈ ദേവസ്വം ബോർഡ് കാണിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് കോടതി ഉത്തരവിൽ പറയുന്ന കാര്യമാണ്, ഞങ്ങളാരും പറയുന്നതല്ല. 2025 സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുകയും ചെയ്തു. അതായിരുന്നു 2025 സംഭവിച്ച കാര്യം. അപ്പോൾ 2024 മുതൽ 2025 വരെ PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് നടത്തിയ നടപടികൾ അതീവ ദുരൂഹവും ഒപ്പം തന്നെ സൂക്ഷ്മമായ പരിശോധന അർഹിക്കുന്നതുമാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ 2025 സെപ്റ്റംബർ മാസം 2 ഈ പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാൻ ബോർഡ് അനുമതി നൽകിയ വിവരങ്ങൾ അത് മിനിറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് കൂടി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിരീക്ഷണം കൂടി വരുമ്പോൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളവർ ഇപ്പോൾ PS പ്രശാന്തിനെ മാത്രം അല്ല പറയുന്നത്, അന്ന് ആ ദേവസ്വം ബോർഡ് അടക്കമുള്ളവ, ആ ദേവസ്വം ബോർഡ് മെമ്പർമാർ, ആ ദേവസ്വം ബോർഡ് കാലാവധിയിലുള്ളവരെല്ലാം. അപ്പോൾ 2018-19 കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പോൾ 2024-25 കാലഘട്ടത്തിലാണെങ്കിലും ഈ 2018-19 കാലഘട്ടം മുതൽ തുടങ്ങിയ ഈ കൊള്ള, ശബരിമലയെ അടിച്ചു മാറ്റാനുള്ള കൊള്ള എന്ന് പറയപ്പെടുന്നത് 2024-25 കാലഘട്ടത്തിൽ നടത്തിയിരുന്നു. അപ്പോൾ 2018-19 കാലഘട്ടത്തിലുള്ള ദേവസ്വം പ്രസിഡന്റുമാരും ദേവസ്വം കമ്മീഷണർമാരും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നത് പോലെ തന്നെ 2024-25 ഉള്ളവരും ഇതിനകത്ത് പ്രതിയാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്, അല്ലാതെ ഞങ്ങളാരും പറയുന്നില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ SIT അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണിവ. 2024 വളരെ വേഗതയിൽ വളരെ ധൃതി പിടിച്ച് ഈ സ്വർണ്ണപ്പാളികൾ പൂശാൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ധൃതി കാണിച്ചിറങ്ങിയ PS പ്രശാന്ത് എന്തുകൊണ്ട് 2024 കൊടുത്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. 2025 ഇത് ദേവസ്വം കമ്മീഷണർ അറിയാതെ കൊടുത്തുവിടുകയും ചെയ്തു. അപ്പോൾ ഇതിന് അകത്തൊക്കെ ദുരൂഹതയുണ്ട്, വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ പെട്ടെന്ന് ധൃതി പിടിച്ചത് ചെമ്പുപാളികളായിപ്പോയി എന്നുള്ളത് കൊണ്ടായിരിക്കണമല്ലോ വളരെ ധൃതി പിടിച്ച് അതിനെ സ്വർണം പൂശാൻ കൊടുക്കാൻ പോയത്. അത് മാത്രം ആലോചിച്ചാൽ മതി. 2018-19 കാലഘട്ടം വരെ 21 വർഷം സ്വർണത്തിന് തിളക്കം ഒന്നും കുറഞ്ഞിട്ടില്ല. 2018-19 കാലത്തിൽ സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നു. അതിനുശേഷം 6 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ വീണ്ടും സ്വർണ്ണപ്പാളികളല്ല ചെമ്പുപാളികളാണ് എന്നുള്ള തരത്തിലേക്കുള്ള അതിൻ്റെ നിറം മങ്ങുന്ന കാഴ്ച കാണുന്നതോടുകൂടിയാണ് എത്രയും പെട്ടെന്ന് ഇതിനെ സ്വർണം പൂശി വീണ്ടും അതിനെ തിരികെ കൊണ്ടുവയ്ക്കുവാനുള്ള ശ്രമം നടത്തിയത്. നമുക്കറിയാം 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണം പൂശലുകൾക്കുള്ള പേരുകെട്ട സ്ഥലത്തേക്കാണ് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി കൊടുത്തിരുന്നത് ബാംഗ്ലൂരിൽ. ആ കൽപേഷ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ അതിൻ്റെ ചോദ്യം ചെയ്യലുകളിലൊക്കെ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് സ്വർണം പൂശി 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണം പൂശി ഇവിടെ കൊണ്ട് വയ്ക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിൽ PS പ്രശാന്തിന് അടക്കം പങ്കുണ്ട് എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ വിധി എഴുതിയിരിക്കുന്നതും കണ്ടെത്തിയിരിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ PS പ്രശാന്ത് ഒന്നുകിൽ രാജിവെക്കുക അല്ലെങ്കിൽ PS പ്രശാന്തിനെ സർക്കാർ രാജിവെപ്പിക്കുക എന്നത് മാത്രമാണ് മുമ്പിലുള്ളത്.
പ്രതിയാക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ ഒരു പേര് കൂടി എത്തിയത് PS പ്രശാന്തിൻ്റെതാണ്. ഇനി ഇതിന് മുകളിലേക്ക് എത്തുവാനുള്ളത് മന്ത്രിമാരടക്കമുള്ളവരാണ്. അവരേതെങ്കിലും വിധത്തിൽ ഇതിനകത്ത് ഒത്താശ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പിൻബലത്തോടു കൂടിയാണോ ഈ പരിപാടികളെല്ലാം, ഈ ഗൂഢാലോചനകളെല്ലാം നടന്നത്? ഇതുകൂടി കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ശബരിമലയിലെ കൊള്ളയുടെ ഏകദേശ ധാരണയാവും. പക്ഷേ ഇത് മാത്രമല്ല, യഥാർത്ഥ പാളികൾ എന്ന് പറയപ്പെടുന്നവ ഇന്നും അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം അവിടെ സ്വർണം പൂശി എടുത്തിരുന്ന യഥാർത്ഥ പാളികൾ ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ആ പാളികൾ കടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് സ്ട്രോങ് റൂമിൽ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ വരെ വരും ദിവസങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഇതിനെക്കാട്ടിലും വലിയ കൊള്ള ശബരിമലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ വിവരങ്ങൾ. അപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് വിശ്വാസികൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.